ഇന്റലിജൻസ് നമ്മുടെ ചിതാറിന്റെ വീഡിയോയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്ന ഇതാട്ടോ. ഇത് ഇച്ചിരി പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതിന് അത്രയും ഗ്രാൻഡ് ലുക്ക് ഉള്ള ഒരു മോഡലാട്ടോ. ശരിക്കും നമുക്കൊരു സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ അക്കോബയാണ് കൊടുത്തേക്കുന്നത്. സെന്ററിൽ നല്ല ഹെവി അക്കോബയും സൈഡിലോട്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ലൈറ്റ് പീച്ച് കളർ ആട്ടോ. ഞാൻ കാണിച്ചു തരാം അതിന് അടുപ്പിച്ച്. പിന്നെ ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡിൽ, അതായത് സെന്ററിൽ ആ ഒരു നല്ലൊരു ലാവണ്ടർ ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡും ബോർഡറിലോട്ട് ആ ലൈറ്റ് പീച്ച് കളർ കൊടുത്തേക്കുന്നത്. അതിന്റെ ഈ സൈഡ് ബോർഡേഴ്സിൽ യോക്കിൽ കൊടുത്തേക്കുന്ന സെയിം തന്നെ ഡിസൈൻ സൈഡ് ബോർഡേഴ്സിലും കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫാബ്രിക് ആട്ടോ ഇത് വരുന്നത്. നിങ്ങൾക്ക് റേറ്റ് കണ്ടപ്പോൾ മനസ്സിലായില്ല, അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള ഐറ്റം ആണ്. ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം ബീഡ്സ് വർക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും കിട്ടും. ഇതിന്റെ സെന്ററിൽ മാത്രം ഈ അക്കോബ മെയിൻ ആയിട്ട് വരുന്നത്. അക്കോബ നമ്മുടെ നോർമൽ അക്കോബയേക്കാളും റേറ്റ് കൂടിയ അക്കോബയാട്ടോ ഇത്. നല്ലതായിട്ട് തിക്കായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോഡലൊക്കെ നോർമലി ഫ്രണ്ടിൽ മാത്രമല്ലേ വരാറുള്ളൂ. ഇത് ബാക്ക് സൈഡിലും ഉണ്ട് ഫുള്ളായിട്ട് സെയിം സെന്ററിൽ അതേ ഡിസൈൻ തന്നെ സൈഡിലോട്ടും ഫുൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് ഈ വർക്കിൻ്റെ അകത്തെ ആ ഒരു കളറും പിന്നെ ആ ഒരു ദുപ്പട്ടയ്ക്കകത്തെ സെന്ററിലെ കളറില്ലേ ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ബോട്ടം കൊടുത്തേക്കുന്നത്. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റം കേട്ടോ. ഫുൾ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്കും ഫ്രഞ്ച് നോട്ടിന്റെ ഡിസൈനും ഫ്രണ്ട് പോർഷനും പോയിട്ടുണ്ട്. ആ ഒരു നമ്മുടെ മൊഡാലിൻ്റെ ഒക്കെ പോലത്തെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത്. ബാക്കി നമുക്ക് ആ റിങ്കിൾ സിൽക്കിന്റെ ഒരു സോഫ്റ്റ് ഫാബ്രിക് ഇല്ലേ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. നിങ്ങൾ വാഷ് ചെയ്യുന്നത് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനത്തെ കൂടിയ ഐറ്റം എടുക്കുമ്പോൾ ഫസ്റ്റ് വാഷ് പറ്റുവാണെങ്കിൽ ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ നന്നായിരിക്കും. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് D303, റേറ്റ് 2150 2150. ഇതിൽ 2 ഷെയ്ഡ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്, നല്ല 2 ലൈറ്റ് ഷെയ്ഡ്സ്. അപ്പോൾ ഇതിന് ഗ്രീൻ ടോണിലാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് കളർ. ഇതിന്റെ സെയിം വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. സെയിം കളർ വെച്ചിട്ട് ബീഡ്സ് നമുക്ക് ഷുഗർ ബീഡ്സ് ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ ഡാർക്കർ ഗ്രീനിലുള്ള ഒരു ഫ്രഞ്ച് നോട്ടിന്റെ ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നാലും നല്ല രസമാട്ടോ. ഇനി ഡബിൾ ടോണിൽ നടുക്കത്തെ കളർ നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കും, സൈഡിൽ ലൈറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ഫീൽ വരുമ്പോഴത്തേനും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്. മുമ്പേ കാണിച്ചല്ലോ തന്നെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മോഡൽ നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ച് കണ്ടാൽ മനസ്സിലാവുമല്ലോ കേട്ടോ. നല്ല പക്കയായിട്ട് നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. കാരണം സെന്ററിലെ അക്കോബ തന്നെ അത്ര ഗ്രാൻഡ് ആണ്. പിന്നെ ബാക്ക് സൈഡിലും ഉള്ളതുകൊണ്ട് സാധാരണക്കാളും എന്തായാലും ഒരു ലുക്ക് കൂടുതൽ കിട്ടും കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം വർക്ക് തന്നെയാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. ബോട്ടം വരുന്ന ഇതാണ്. പിന്നെ ഫുൾ ആ ബീഡ്സിന്റെയും ആ ഒരു പ്രിന്റിൻ്റെതായ എടുപ്പ് കൂടുതലും എന്തായാലും ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫാബ്രിക്. മുമ്പ് ഞാൻ നോർത്തി കാണിച്ചില്ല, അത്രയും വലിപ്പമുള്ള ഫാബ്രിക് കേട്ടോ. നമ്പർ D304, റേറ്റ് 2150 2150.